ഹലോ. ആയിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ്റാനിക്കര അമ്പലം വരെ പോവുകയാണേ. ഞാനും ഹസ്ബൻഡും അച്ഛനും അമ്മയും എൻ്റെ ഒരു കസിൻ ബ്രദറും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ അവിടെ നിന്ന് ഏകദേശം കുറച്ചേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ നിന്ന് വഴിയിൽ നിന്ന് പൂവൊക്കെ വാങ്ങിച്ചിട്ട് അമ്മ എനിക്ക് തലയിൽ പൂവൊക്കെ വെച്ച് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലോട്ടൊക്കെ കയറി. ഏട്ടൻ ദായത്തൂര്യം കൊണ്ട് അവിടെ പോയി ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ ശാന്തി വന്നിട്ട് ഇലയിൽ പായസം, ഉപ്പ്, പുളി, അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഇലയിൽ വിളമ്പിയിട്ടോ. അങ്ങനെ എല്ലാം കുറച്ച് അവളുടെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഏട്ടനും ഞാനും അച്ഛനും അമ്മയും ദേവാനന്ദും എല്ലാവരും മോൾക്ക് ചോറ് കൊടുത്തു. മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മഹാദേവൻ്റെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തു. ചോറ്റാനിക്കരയിൽ എന്തായാലും ഏട്ടൻ വന്നിട്ട് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ചോറൂണ്. അങ്ങനെ അവിടെയൊക്കെ നടന്ന് തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു. ഞാനും ഏട്ടനും കൂടി ലാസ്റ്റ് വന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതിനുശേഷം പിന്നെ വരാനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. എന്താ അവിടെ വരുമ്പോൾ മനസ്സിലൊരു പോസിറ്റീവാണ്, എന്തോ ഒരു സമാധാന ഫീലാണ് കേട്ടോ അവിടെ വരുമ്പോൾ. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഉള്ളിൽ കയറി വേഗം തൊഴാൻ പറ്റി, കാരണം കുട്ടിയുള്ളത് കൊണ്ട് അവർ വേഗം കയറ്റി വിട്ടു കേട്ടോ നമ്മളെ. അങ്ങനെ നമ്മൾ തൊഴുതു വെളിയിലോട്ട് വന്നിട്ടാ. ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാണ്, ചോറ്റാനിക്കരയിൽ വന്നാൽ ഈ കടയിൽ നിന്നൊരു മസാല ദോശ മസ്റ്റാണ് കേട്ടോ. അത് ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ഡേ ആയിരുന്നു ഗൈസ്. അപ്പോൾ ബൈ, സീ യു.